ഹായ് കുട്ടീസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം തൻവി. എല്ലാവരും എന്നെ സ്നേഹത്തോടെ കൺമണിന്ന് വിളിക്കും കേട്ടോ. രാവിലെ ആയല്ലോ, ഇപ്പൊ എണീക്കാൻ സമയമായി. അങ്ങനെ പാലൊക്കെ കുടിച്ച് എന്റെ വയറ് നിറഞ്ഞു കേട്ടോ. ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാമേ. കുളി കഴിഞ്ഞു വന്നാൽ ഞാൻ ചിലപ്പോൾ ഡാൻസ് കളിക്കാറുണ്ട്, ചിലപ്പോൾ കരയാറുണ്ട്. അപ്പൊ കുട്ടീസ്, കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായി കേട്ടോ. ഞാൻ ഇന്നൊരിടം വരെ പോവുകയാണേ. എങ്ങോട്ടാണെന്നല്ലേ? ഞാൻ ആദ്യമായി ദുബായ് മാൾ കാണാൻ പോകുക കേട്ടോ. നിങ്ങളും എൻ്റെ കൂടെ വരണേ, നമുക്ക് ഒരുമിച്ച് കണ്ടാലോ. ഞാൻ ലിഫ്റ്റ് കാത്ത് നിൽക്കുക കേട്ടോ. വരുന്നില്ലല്ലോ. അങ്ങനെ ലിഫ്റ്റൊക്കെ വന്ന് ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുവാണേ. അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷനിൽ എത്തി കേട്ടോ. മെട്രോ വരാൻ ഒത്തിരി ലേറ്റ് ആവുന്നല്ലോ. ഒന്ന് വേഗം വന്നാ മതിയായിരുന്നു. ദുബായ് മാൾ കാണാൻ തിടുക്കമായെന്നേ. അങ്ങനെ മെട്രോയൊക്കെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ദുബായ് മാളിൽ എത്തി കേട്ടോ കുട്ടീസ്. രാവിലെ നേരത്തെ എണീറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു. ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. ഉറക്കമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അക്വേറിയം കണ്ടു. എന്ത് രസമാ കാണാൻ. കുറേ നേരം ഞാൻ അതിൽ നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായി വിശന്നു. അച്ഛനും അമ്മയും കഴിക്കുന്നതിനോടൊപ്പം ഞാനും കഴിച്ചു കുറച്ച്. മമ്മമ്മൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ദുബായ് മാൾ കറങ്ങാനായിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് ദുബായ് ഡൈനോയൊക്കെ കണ്ടു. എന്ത് വലുതാണെന്നോ. ഇനി നമുക്ക് ദുബായ് ഐസ് റിങ്ക് കണ്ടാലോ. അങ്ങനെ ഐസ് റിങ്കൊക്കെ കണ്ട് കുറേ കൂട്ടുകാരവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുബായ് വാട്ടർഫാൾസ് കാണാൻ പോയാലോ. നല്ല രസമായിരുന്നു കാണാൻ. കുറേ നേരം അവിടെ നിന്ന് കണ്ടു. അതൊക്കെ കണ്ട് പോകുമ്പോഴേക്ക് ടൈഗർ സ്റ്റാച്ചു കണ്ടു. കുറേ നേരം ഞാൻ അവിടെ നിന്ന് കളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നന്നായി ക്ഷീണിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായി പോയി. അടുത്തതായി ഞാൻ പോയത് ഒരു ടോയ് ഷോപ്പിലേക്കായിരുന്നു. അവിടുന്ന് ഞാൻ കുറേ ടോയ്സ് നോക്കി. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമേ. അടുത്തതായി ഞാൻ നേരെ പോയത് ദുബായ് അക്വേറിയം കാണാനായിരുന്നു. പല ടൈപ്പിലുള്ള മീനുകളെയും എല്ലാം ഞാൻ കണ്ടു. അടുത്തതായിട്ട് ഞാൻ ഇനി പോകാൻ പോകുന്നത് ഗോറില്ല സ്റ്റാച്ചു കാണാനാ. അവിടെ നിന്ന് കുറച്ചു നേരമൊക്കെ ഞാൻ കളിച്ചു. അടുത്തതായി ഞാൻ കാണാൻ പോകുന്നത് വാട്ടർ ഫൗണ്ടെയിൻ ആണ്. അവിടെ ചെന്നപ്പോൾ ഷോയൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് കളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാട്ടർ ഫൗണ്ടെയിൻ ഷോ ഒക്കെ തുടങ്ങിയായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. കുറേ നേരം അതൊക്കെ കണ്ട് ഇങ്ങനെ നിന്നു. സത്യം പറഞ്ഞാൽ ഈ വാട്ടർ ഫൗണ്ടെയിൻ രാത്രി കാണാനാ ഒരുപാട് ഭംഗി. ചിരിച്ചും കളിച്ചും കരഞ്ഞും കുറുമ്പ് കാട്ടിയും ഞാൻ ഒരുപാട് തളർന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് വീട്ടിലേക്ക് മടങ്ങി.